ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയും രേവതിയും കൂടി SI യോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ SI പറയുകയാണ്, എടോ താൻ ഇദ്ദേഹത്തെ കൊല്ലാനായിട്ട് ശ്രമിച്ചില്ല? അയ്യോ ഇല്ല സർ, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല സർ. എൻ്റെ വണ്ടി അബദ്ധവശാൽ പോയി ആ ഒരു ബൈക്കിലോട്ട് ഇടിച്ചതാണ്. അതായത് എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് പോയായിരുന്നു, ആ സമയത്താണ് ആ വണ്ടിയിലേക്ക് പോയി ഇടിച്ചത്. അല്ലാതെ ഞാൻ എന്തിനാണ് സാർ ഈ സാറിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അരുണാണെങ്കിൽ ഇവൻ പറയുന്നത് മുഴുവൻ പച്ച കള്ളമാണ്. ആ വണ്ടിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ആ വണ്ടിയുടെ ഒരു ബ്രേക്കും പോയിട്ടില്ല, ഇവൻ മനഃപൂർവ്വമായി എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചതാണ് എന്നും അരുണോട് വാദിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കൈയൊടിഞ്ഞ പോലീസുകാരനാണെങ്കിൽ ഒന്നും മിണ്ടാതെ തലയും കുനിച്ച് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ രേവതി ആണെങ്കിൽ, സാർ എൻ്റെ ഭർത്താവ് അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല സാർ, എൻ്റെ ഭർത്താവിൻ്റെ വണ്ടിയുടെ ബ്രേക്ക് പോയതാണ്, എല്ലാ സത്യങ്ങളും ഈ പോലീസുകാരനറിയാം സാർ, സാറെങ്കിലും സത്യം തുറന്നു പറ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ വണ്ടിയുടെ ലൈസൻസ് പിടിച്ചു വെക്കും, പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ വരുമാനം മാർഗമാണത്, അതുകൊണ്ട് ദയവ് ചെയ്ത് സാർ സത്യങ്ങൾ തുറന്നു പറയണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, സാർ ഇവർക്കുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കണം സാർ, ഇവരെന്നെ കൊല്ലാൻ വേണ്ടി നോക്കിയത് ആരോട് ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ SI ആണെങ്കിൽ നമ്മുടെ ഈ പോലീസുകാരെ നോക്കുക. അപ്പോൾ ഈ കൈയൊടിഞ്ഞ പോലീസുകാരനെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവർ പറയുന്ന മുഴുവൻ സത്യമാണോ? എടോ, താൻ സത്യസന്ധമായ പോലീസുകാരനാണെന്നാണ് എൻ്റെ വിശ്വാസം. ആ ഒരു വിശ്വാസം താൻ തകർക്കരുത്. ഇവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? താൻ പറ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ പോലീസുകാരനാണെങ്കിൽ ആകെ വിറച്ച് നിൽക്കുക. അങ്ങനെ നമ്മുടെ അരുണിനെ നോക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അരുണാണെങ്കിൽ കണ്ണടച്ച് ഇങ്ങനെ കാണിക്കുകയാണ്, വേണ്ട പറയല്ലേ, സത്യങ്ങളൊന്നും പറയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കണ്ണടച്ച് കാണിക്കുന്നുണ്ട്. അപ്പം രേവതിയാണെങ്കിൽ, സാറേ സത്യം പറ സാറേ, എൻ്റെ ഭർത്താവിൻ്റെ ഇത് സാറിൻ്റെ കയ്യിലാണ്, കാരണം സാറ് സത്യം പറഞ്ഞാൽ മാത്രമേ എൻ്റെ ഭർത്താവിന് ഇതിൽ നിന്ന് പുറത്തു പോകാനായിട്ട് പറ്റുള്ളൂ, സാറിന് സത്യം പറ സാറേ, എന്തിനാണ് സാറേ കള്ളത്തരങ്ങൾ പറഞ്ഞു കൂട്ടുന്നത് സാറേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഈ പോലീസുകാരൻ ഈ നമ്മുടെ SI ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, പറ എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്, ആര് പറയുന്നതാണ് സത്യം, താൻ പറയണ തുറന്ന്. തിടഞ്ഞപ്പോഴേക്കും കൈയൊടിഞ്ഞ പോലീസുകാരനാണെങ്കിൽ, അത് പിന്നെ ഇവർ പറയുന്നത് തന്നെയാണ് സത്യം, ആ വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല, ആ വണ്ടി ഞാൻ എടുത്തുകൊണ്ട് പോയപ്പോഴാണ് എനിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചതും എൻ്റെ കൈ ഒടിഞ്ഞതും. പിന്നെ മെക്കാനിക്ക് പറഞ്ഞു ഈ വണ്ടിയുടെ ബ്രേക്ക് തന്നെത്താനെ പോയതല്ല, ഇതാരോ മനഃപൂർവ്വം മുറിച്ചു വിട്ടതാണ് എന്നൊക്കെ ആ മെക്കാനിക്ക് എന്നോട് പറഞ്ഞായിരുന്നു. ഇത് കേട്ട നമ്മുടെ സച്ചി ഞെട്ടിപ്പോവാണ്. എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് ആരാണാവോ മുറിച്ചിട്ടത് എന്ന് വരെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഓഹോ, അപ്പം അതാണ് സത്യമല്ലേ എന്ന് SI ചോദിച്ചപ്പോഴേക്കും, അതെ അത് തന്നെയാണ് സത്യം. പിന്നെ താൻ എന്തിനോട് കള്ളത്തരം പറഞ്ഞത്? ആര് പറഞ്ഞിട്ടാണ് താൻ കള്ളത്തരം പറഞ്ഞത്? അത് പിന്നെ ഈ അരുൺ സാറ് പറഞ്ഞിട്ടാണ് സാറേ ഞാൻ കള്ളത്തരം പറഞ്ഞത്. കാരണം ഈ സാറാ എന്നോട് പറഞ്ഞത് ഈ സച്ചിക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കണം, അതുകൊണ്ട് ഇവിടെ ഒരു കള്ളത്തരം പറഞ്ഞേ മതിയാവുള്ളൂ, എന്നെ കൊല്ലാനായിട്ട് അവൾ ശ്രമിച്ചു എന്നൊക്കെ പറയാനായിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അരുൺ ആകെ വിറച്ചു പോവുകയാണ്. അങ്ങനെ അരുൺ ഇങ്ങനെ പതിയെ അങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ SI സാറ് നേരെ അരുണിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട്, എടാ അരുണേ, താൻ എന്ത് പരിപാടിയാണോ കാണിച്ചത്? തനിക്ക് കിട്ടിയൊന്നും പോരേടോ, താൻ എത്ര സസ്പെൻഷനായി, എന്നിട്ട് പോലും തനിക്കിതൊന്നും മതിയായില്ലേ? ഇവിടെ വെച്ച് സത്യം തെളിയിച്ചത് നന്നായി. എടാ, കോടതിയിൽ വെച്ചാണ് ഈ സത്യം തെളിയിക്കുന്നതെങ്കിലേ തൻ്റെ യൂണിഫോം തെറിച്ചാനായിരുന്നു, കൂട്ടു നിന്നാൽ ഞാനും പ്രതിയാവുമായിരുന്നു. ഇതൊക്കെ വല്ല ആവശ്യമുള്ള പരിപാടിയാണോ? നിങ്ങൾക്ക് ഇയാളോട് വ്യക്തിവൈരാഗ്യം ഉണ്ടല്ലേ, അതുകൊണ്ടല്ലേ താൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോഴേ നമ്മൾ സച്ചിയാണെങ്കിൽ, അതേ സാറേ, ഈ സാറിന് എന്നോട് വൈരാഗ്യമുണ്ട് സാറേ, പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇതൊക്കെ ഇങ്ങനെ കിടന്ന് പെരുമാറുന്നതെന്ന്. ഇതൊക്കെ ഒരു പോലീസ് ഓഫീസറാണോ? സത്യസന്ധമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി പോരാടേണ്ട ആൾക്കാരാണ് പോലീസുകാർ. ഇതിപ്പോൾ ജനങ്ങളെ തന്നെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ മുൻകൈയെടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ജനങ്ങൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. അപ്പോൾ രേവതിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കൊക്കെ പെടുന്നു. സച്ചിയുടെ വേണ്ട സച്ചിയേട്ടാ വിട്ടേരെന്നും പറയുകയാണ്. അപ്പോൾ നമ്മുടെ SI ആണെങ്കിൽ, ഏതായാലും നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, ഇത് കോടതിയിൽ എത്തിയിരുന്നെങ്കിലേ എൻ്റെ ജോലിയും കൂടി തെറിച്ചാനായിരുന്നു, അവിടെ വെച്ചാണ് സത്യം തെളിച്ചിരുന്നെങ്കിൽ അതാകെ പ്രശ്നമായി പോകുമായിരുന്നു. ഇതിന് മേലാൽ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്താൽ തൻ്റെ യൂണിഫോം തെറിപ്പിക്കാനായിട്ടൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാട്ടോ അരുണേ എന്ന് പറഞ്ഞുകൊണ്ട്, ഇവരുടെ ലൈസൻസും താക്കോലും കൊടുത്തേര് എന്നും പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ SI അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ സച്ചിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിക്കണം. സാറേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, സാറിനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ സാറിനെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. കാരണം എന്താണെന്നറിയാവോ? ഈ സച്ചി സത്യസന്ധമായിട്ടേ ജീവിച്ചിട്ടുള്ളൂ, സത്യസന്ധതയോടുകൂടി തന്നെ മുന്നോട്ട് പോയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ സാറിനെ തോൽപ്പിക്കാൻ പറ്റില്ല. പക്ഷെ സാർ ജീവിക്കുന്നതോ ഒരു പോലീസുകാരനായിട്ട് പോലും റോങ് വഴിയോടുകൂടി തന്നെയാണ് സാറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അത്ര നല്ല ഏർപ്പാടല്ല സാറേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി
നേരെ അങ്ങോട്ട് പോകണം. നേരെ താക്കോലും മേടിക്കാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഇവിടെ ഒരു സൈൻ ചെയ്തേക്കെന്ന് പറഞ്ഞ് സൈൻ ചെയ്യാണ്, താക്കോലും കൊടുക്കുകയാണ്. താക്കോല് കൈ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്കുണ്ടായ സന്തോഷം അത് ആദ്യം മറക്കാത്തൊരു സന്തോഷം തന്നെയാണ്. രേവതി ഒന്ന് സന്തോഷത്തോടു കൂടി തന്നെ നോക്കുകയും ചെയ്യാണ് നമ്മുടെ സച്ചി. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പുറപ്പെടുക. ഇതേ സമയം തന്നെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടിക്കൊണ്ടേ ഇരിക്കുക. ആ സമയത്താണ് കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. കുറേ കോളിംഗ് ബെല്ല് അടിച്ചിട്ട് ചന്ദ്ര കഥ ഓർക്കുന്നില്ല. അപ്പോൾ സുധിയും രവിയും കൂടി ഇറങ്ങി വരികയാണ്. എന്താ ചന്ദ്ര ഇത്? കോളിംഗ് ബെല്ല് കുറേ നേരം അടിക്കുന്നത്, എന്നിട്ട് നീ എന്താ കഥക് തുറക്കാത്തേന്നേ? ഇതെന്താ ചന്ദ്ര ഇത്? ഓ, മനുഷ്യനൊരിടത്ത് തിരുത്താനും സമ്മതിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര പോയി കഥക് തുറക്കാം. അപ്പോൾ ചന്ദ്ര പോയി കഥക് ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ഇവരായിരുന്നോ? നിങ്ങളിത് എവിടെ പോയതാന്ന് ചോദിക്കുകയാണ്. അതെ, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയതാ. കാരണം ഞങ്ങൾ നിരപരാധിയും തെളിയിക്കണ്ടേ? വണ്ടിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. നിരപരാധിയും തെളിച്ചു, താക്കോലും കിട്ടി, ലൈസൻസും പോയില്ല. അവിടെ സത്യങ്ങൾ മുഴുവനും തെളിയിച്ചിട്ട് തന്നെയാണ് വന്നതെന്ന് പറയുകയാണ്. ഇത് കേട്ട ചന്ദ്രയ്ക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടത്തില്ല. ചന്ദ്ര നേരെ അങ്ങോട്ട് അകത്തേക്ക് മാറി നിൽക്കുകയാണ്. അല്ലടാ, എങ്ങനെയാടാ സത്യം തെളിയിച്ചത്? എന്താ പറ്റിയത്? നീ അവനെ ശരിക്കും കൊല്ലാൻ ശ്രമിച്ചത് തന്നെയാണോ? ഒന്ന് പോടന്ന്. കൊല്ലാൻ ശ്രമിച്ചത് നീയാടാ കൊല്ലാൻ ശ്രമിക്കുന്നത്? ഞാൻ അങ്ങനെ ആരെയും ഇടിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് പോയതാണെന്ന് മനസ്സിലാക്കുക തന്നെ ചെയ്തു. പക്ഷേ വണ്ടിയുടെ ബ്രേക്ക് പോയത് എങ്ങനെയാണെന്ന് അറിയണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി നേരെ അകത്തേക്ക് കയറി വരികയാണ്. അതെ, എൻ്റെ വണ്ടിയുടെ ബ്രേക്കേ തന്നെത്താനെ പോയതല്ല, അതാരോ മുറിച്ചു വിട്ടതാണ്. ഇത് കേട്ട് ഇവരെ ആകെ ഞെട്ടിപ്പോണ്. എന്താടാ സച്ചി, നീ എന്താ പറഞ്ഞത്? നിന്റെ വണ്ടിയുടെ ബ്രേക്ക് ആരോ മുറിച്ചു വിട്ടെന്നോ? ആ, വണ്ടി മുറിച്ചു വിട്ടതാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ കുറേ ശത്രുക്കളെല്ലാം വരുത്തി വെച്ചിരിക്കുകയല്ലേ. അപ്പം ഏതെങ്കിലും ശത്രുക്കൾ ചെയ്ത പരിപാടികളായിരിക്കും. ശരിയാ, എൻ്റെ ശത്രുക്കൾ ആരോ ചെയ്ത പരിപാടി തന്നെയാണിത്. കാരണം ചിലവർക്കൊക്കെ എന്നെ കണ്ണിന് നേരെ കണ്ടുകൂടല്ലോ. അപ്പോൾ ഇതെല്ലാം ഇതിനപ്പുറവും ചെയ്യും. എന്നെ അവസാനിപ്പിക്കാൻ വേണ്ടി പലരും പല കടുങ്കയും ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി സുധിയൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അതേപോലെ തന്നെ പിന്നെ അച്ഛാ, വേറൊരു കാര്യമുണ്ട് അച്ഛാ. രേവതി കാരണമാണ് ഞാനിവിടെ നിന്ന് രക്ഷപ്പെട്ടത്. കാരണം രേവതി കണ്ടു പോലീസുകാർ തമ്മിൽ സംസാരിക്കുന്നത്. വണ്ടി ഓടിച്ചതിന് ശേഷമാണ് കൈക്ക് ആക്സിഡൻറ്റ് പറ്റിയതും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ രേവതി കേട്ടിരുന്നു. ആ രേവതി കേട്ടത് കൊണ്ടാണ് നമ്മുടെ SI സാറോട് സംഗതികൾ മുഴുവനും പറയേണ്ട ഒരു അവസ്ഥ വന്നത്. അങ്ങനെയാണ് എൻ്റെ താക്കോലും കിട്ടിയത്, എൻ്റെ വണ്ടിയും കിട്ടിയത്. അല്ലായിരുന്നെങ്കിലേ ആകെ പണി പാളുമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ സച്ചി, ഇത് എങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത്? അതാണല്ലോ അറിയേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സച്ചി നേരെ ചന്ദ്രയെ തന്നെ നോക്കുക. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയുടെ നീ എന്തിനാണ് എന്നെ നോക്കുന്നത്? നിന്റെ നോട്ടം കണ്ടാൽ തോന്നുമല്ലോ ഞാനാണ് ആ വണ്ടിയുടെ ബ്രേക്ക് അഴിച്ചു വിട്ടതെന്നും മുറിച്ചു വിട്ടതെന്നൊക്കെ തോന്നുമല്ലോ. ഞാനങ്ങനെ ആർക്കും എന്തെടുത്ത് കൊടുക്കാനാണ്? ഞാനങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അല്ലെങ്കിലും നിന്നെ ഇല്ലാതാക്കാനായിട്ട് ഞാൻ ശ്രമിക്കോ? സച്ചി, ഞാൻ നിന്റെ ആരാടാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി നേരെ സുധിയെ നോക്കുകയാണ്. നീ എന്തിനാ എന്നെ നോക്കുന്നത്? ഞാനാണ് ഇതെല്ലാം ചെയ്തതെന്നോ? ഞാനെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നീ വേണമെങ്കിൽ ഞാൻ ചെയ്തത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോയിക്കോ, എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ടേ കൊടുത്തോ. അവരെ അടിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷേ ഞാൻ ചെയ്യാത്ത തെറ്റാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ സച്ചിയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ നിങ്ങൾ രണ്ടുപേരെയും സംബന്ധിച്ച ഒരാളാണ് ഇത് ചെയ്തത്. അപ്പോഴേക്കും രവി ഓടി വന്നിട്ട്, എന്താ സച്ചി നീ എന്താ പറഞ്ഞു വരുന്നത്? ആരാണത് നിനക്കെതിരെ ഇങ്ങനെ കാര്യം ചെയ്തത്? അത് കണ്ടുപിടിക്കണമല്ലോ അച്ഛാ. അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം. പക്ഷേ എൻ്റെ താക്കോൽ ഇവിടെ മുഴുവനും നോക്കിയിട്ട് ഞാൻ കിട്ടിയില്ല. പിന്നെ രേവതിക്ക് നിലത്ത് കിടന്നാണ് താക്കോല് കിട്ടിയത്. അതെങ്ങനെ നിലത്ത് കിടന്ന് താക്കോല് കിട്ടി? ഒരിക്കലും താക്കോല് നിലത്തേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഇല്ല. പിന്നെ അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴേക്കും രേവതി, അതെ, അത് തന്നെയാണ് എനിക്കും അത്ഭുതം വരുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. അവനെ എന്തായാലും വെച്ചാ ഞാനിത് കണ്ടുപിടിക്കും. ഇതിന് പിന്നിൽ ആരാ കളിച്ചതെന്ന് വെച്ചാ അവരെ ഞാൻ വിളിച്ചത് കൊണ്ടുവരുവച്ചാ. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് പോവാണ്. പിന്നീട് ശ്രുതിയെയും അതേപോലെ തന്നെ മീരയെയും കാണിക്കുകയാണ്. അപ്പോൾ ശ്രുതി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ മീര ഒന്ന് പറയുകയാണ്, ശ്രുതി, നിന്റെ ജീവിതം ആകെ തീർന്നൊരവസ്ഥ നിൽക്കുകയാണ്. അതിനിടയിൽ ഈ ആൻ്റണി പറയുന്ന കാര്യങ്ങൾ മുഴുവനും ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം പൂർണ്ണമായിട്ട് അവസാനിക്കും. ഇപ്പതേ സച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ ബ്രേക്ക് ആരോ മുറിച്ചു വിട്ടതാണെന്ന് മനസ്സിലാകുകയും ചെയ്തു. ഇനി ഇതിന് പിന്നിൽ നീയും കൂടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമൊക്കെ. ആ താക്കോലെടുത്ത് നീയാണ് ആൻ്റണിയുടെ കയ്യിൽ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ്റണിയെ വിശ്വസിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. അവനെ പല കള്ളത്തരങ്ങളും ചെയ്യും. അവൻ രക്ഷപ്പെടാൻ വേണ്ടി നിന്നെ കൊടുക്കാൻ പോലും അവൻ മടുക്കില്ല. അതുകൊണ്ട് തന്നെ നീ എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിന്റെ ഉള്ള ജീവിതവും കൂടി നിനക്ക് ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി.
നീ ഒരിക്കലും നന്നാവില്ല. നീ എത്ര പറഞ്ഞാലും നിനക്ക് നന്നായില്ല. നിൻ്റെ ജീവിതം എല്ലാം കുളം തോണ്ടുമ്പോൾ നിനക്ക് സമാധാനമായിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ശ്രുതി ആകെ പേടിച്ച് നിൽക്കുകയാണ്. എൻ്റെ ദൈവമേ, ഇനി എങ്ങാനും എൻ്റെ നേരെ വരുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് ആകെ പേടിച്ച് വരച്ചൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതി ആ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു ഇത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ രേവതിക്ക് ഓഫർ. കാരണം രേവതിയോട് പറയാണ്, ഈ ഒരു ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ രേവതി നിങ്ങൾ രക്ഷപ്പെട്ടു, കാരണം നിങ്ങൾക്ക് പിന്നെ വെച്ചടി കയറ്റുമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല ഓർഡർ. അപ്പോൾ സാർ, ഞാൻ എൻ്റെ മാക്സിമം ആ ഒരു ഓർഡർ സ്വീകരിച്ച് എല്ലാം അടിപൊളിയായിട്ട് തന്നെ കൊടുക്കും. അങ്ങനെ കൊടുക്കണമല്ലോ. അപ്പോൾ ദാ വരുന്നടാ നമ്മുടെ രേവതിയുടെ എതിരാളി വന്നു കഴിഞ്ഞപ്പോഴേക്കും, സാർ ഇതാരാണ് സാർ, ഇവൾക്കെന്താ ഇവിടെ കാര്യം? ആഹാ, രേവതിക്കും ഞങ്ങളുടെ ഇതിൽ നല്ല പങ്കുണ്ട്. രേവതി അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ സാർ. ഇവളെയൊക്കെ ഇവിടെ വെച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ഓർഡറുകളും ഞാനല്ല സ്വീകരിക്കുന്നത്, പിന്നെന്തിനാ എല്ലാം അവൾക്ക് കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഹേമേ, നിങ്ങളെ പോലെ തന്നെയാണ് രേവതിയും ഞങ്ങൾക്ക്. പിന്നെ രേവതിയുടെ കുറേ വർക്കുകളെല്ലാം കണ്ടായിരുന്നു. അപ്പോൾ പലർക്കും രേവതിയുടെ വർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. രേവതിക്ക് കിട്ടിയേക്കണ ഇതെന്താണെന്നറിയാമോ? 8 ലക്ഷം രൂപയുടെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. ആ ഓർഡർ രേവതിക്ക് കൊടുക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേട്ട ഹേമ ആകെ തകർന്ന് തരിപ്പണമായൊരവസ്ഥയിലായിപ്പോൾ രേവതിക്ക് അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആകെ സന്തോഷം തോന്നുക. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.